സുനിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി പുല്ലാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ജി ഫിനാൻസിൻ്റെ നിക്ഷേപ തട്ടിപ്പിനെ പറ്റി നേരത്തെ നമ്മുടെ ചാനൽ 2 വീഡിയോകൾ ചെയ്തതായിരുന്നു. പ്രേക്ഷകർ അത് ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. പുല്ലാട് തെള്ളിയൂർ കേന്ദ്രമാക്കി ആയിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ 48ഓളം ബ്രാഞ്ചുകൾ 3 ജില്ലകളിലായി പ്രവർത്തിപ്പിച്ച് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയായിരുന്നു ഇവരുടെ രീതി. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ 75ഓളം പരാതികൾ ഇവിടുത്തെ നിക്ഷേപകരുടേതായി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ വരെ, ഏതാണ്ട് 2023 ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ ഇവർ കൃത്യമായി നൽകിയിരുന്നു. 2023 ഡിസംബർ കഴിഞ്ഞാണ് ഈ സ്ഥാപനം തകിടം മറിയാൻ തുടങ്ങിയത്. നേരത്തെ ഈ സ്ഥാപനത്തിൻ്റെ പേര് PRD ഫിനാൻസ് എന്നായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അനുജൻ അനിൽകുമാർ നടത്തിയിരുന്ന ഈ സ്ഥാപനം പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും തന്മൂലം അയാളുടെ ജ്യേഷ്ഠനായ ഗോപാലകൃഷ്ണൻ നായർ നിക്ഷേപകരെ പറ്റിക്കാനായി സ്ഥാപനത്തിൻ്റെ പേര് ജി ഫിനാൻസിയേഴ്സ് എന്നാക്കി മാറ്റി തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 1000-ൽ പരം നിക്ഷേപകർക്ക് ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. നിക്ഷേപക തുക ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകർ ഇവരുടെ സ്ഥാപനങ്ങളിൽ എത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്ത് അറിയുന്നത്. കോഴഞ്ചേരി പുല്ലാട് തെള്ളിയൂർ സ്വദേശികൾ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു വി നായർ, മകൻ ഗോവിന്ദ് ജി നായർ, മരുമകൾ ലേഖാലക്ഷ്മി എന്നിവരാണ് നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയിരിക്കുന്നത്. ഇതിൽ 2 പ്രതികൾ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിട്ടുണ്ട്. പുല്ലാട് തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ ഈ സ്ഥാപനത്തിൻ്റെ MD ആണ്. അതുപോലെ അയാളുടെ മകൻ ഗോവിന്ദ് ജി നായർ എന്നിവരാണ് കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുമ്പിൽ കീഴടങ്ങിയത്. ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ സിന്ധു വി നായർ, മരുമകൾ ലേഖാലക്ഷ്മി എന്നിവർ ഇനിയും പിടികിട്ടാപ്പുള്ളികളാണ്. ഈ കേസ് ബഡ്സ് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു. ജി ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ വസ്തുവകകൾ ബഡ്സ് നിയമപ്രകാരം കണ്ടുകെട്ടാൻ ഉത്തരവായി സംസ്ഥാന കോമ്പറ്റൻ്റ് അതോറിറ്റി ശ്രീ സഞ്ജയ് കുമാർ IAS ഉത്തരവ് പുറപ്പെടുവിച്ചു. 2019 പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ബഡ്സ് ആക്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിക്ഷേപകരെ കബളിപ്പിച്ച് നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന ഘട്ടമുണ്ടായാൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പാർലമെൻറ്റ് 2019 പാസാക്കിയ നിയമമാണ് ബഡ്സ് ആക്ട് 2019. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുള്ള 90ഓളം വസ്തുവകകളാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടുന്നത്. 1 മുതൽ 4 വരെ പ്രതികളായ ഈ സ്ഥാപനത്തിൻ്റെ MD D ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു വി നായർ, ഇവരുടെ മകൻ ഗോവിന്ദ് ജി നായർ, ഇയാളുടെ ഭാര്യ ലേഖാലക്ഷ്മി എന്നിവരുടെ പേരുകളിലുള്ള ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടുന്നത്. ജി ഫിനാൻസിലെ നിക്ഷേപകരുടെ സംഘടനയായ ജി ഇൻവെസ്റ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടികളെല്ലാം ഉണ്ടാകുന്നത്. സംസ്ഥാന കോമ്പറ്റൻ്റ് അതോറിറ്റി രജിസ്ട്രേഷൻ IG നൽകിയ കത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള പ്രതികളുടെ സ്വത്ത് വിവരം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ ഈ സ്ഥാപനത്തിൻ്റെ MD ഗോപാലകൃഷ്ണൻ നായർ, അയാളുടെ മകൻ ഗോവിന്ദ് ജി നായർ എന്നിവർ മാത്രമാണ് ഇതുവരെ പോലീസിൽ കീഴടങ്ങിയത്. റിസർവ് ബാങ്കിൻ്റെ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ MD ഗോപാലകൃഷ്ണൻ നായർ അയാളുടെ വീടും മറ്റും സംസ്ഥാനത്തെ പ്രശസ്തമായ ഒരു ചിട്ടി സ്ഥാപനത്തിന് കൈമാറ്റം ചെയ്തതായി വാർത്തയുണ്ടായിരുന്നു. ഈ സ്ഥാപനം തകർക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ചിട്ടി സ്ഥാപനവുമായി വലിയ തുകകൾ ചിട്ടി പിടിച്ച് കുടിശ്ശിക വരുത്തി പിന്നീട് അവർക്ക് ഗോപാലകൃഷ്ണൻ്റെ വീടും മറ്റും ആധാരമായി വിൽക്കുകയായിരുന്നു.
എന്തായാലും ഇവരുടെ സ്വത്തുവകകളിലുള്ള ജപ്തി നടപടികളിലൂടെ നിക്ഷേപകർക്ക്, ഈ സ്ഥാപനത്തിലെ തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് ഒരല്പം ആശ്വാസം കൈവന്നിരിക്കുകയാണ്. തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, ജീവിതകാലത്തേക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഈ പ്രതികൾ തട്ടിച്ചുകൊണ്ട് പോയത് എന്നാണ് നിക്ഷേപകർ ഒന്നടങ്കം പറയുന്നത്. തങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എങ്ങനെയെങ്കിലും തിരികെ ലഭിക്കണമെന്നാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി, പുല്ലാട്, തെള്ളിയൂർ കേന്ദ്രമാക്കിയാണ് ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴഞ്ചേരി തിരുവല്ല റോഡിലുള്ള പുല്ലാട് എന്ന സ്ഥലത്തെ ഇവരുടെ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങുകളുടെയും വീഡിയോ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 48ഓളം ബ്രാഞ്ചുകൾ ഇവർ 3 ജില്ലകളിലായി പ്രവർത്തിപ്പിച്ചാണ് നിക്ഷേപകരുടെ നിന്നും പണം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും റവന്യൂ റിക്കവറി നടപടികളിലൂടെ നിക്ഷേപകർക്ക് ഒരല്പം ആശ്വാസം കൈവന്നിരിക്കുകയാണ്. ബഡ്സ് കോടതി രൂപീകരിക്കുന്നതിലൂടെ ഈ വസ്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് അവരുടെ തുക തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിക്ഷേപകർ ഇത്തരം തട്ടിപ്പ് സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.